പ്രിയമുള്ളവരെ, ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പുതിയ നിയമനിർമ്മാണത്തെപ്പറ്റി പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് 2026 ഒരു അമെൻമെൻറ്റുമായിട്ട് കേന്ദ്ര സർക്കാർ വന്നിട്ടുണ്ട്. നമ്മളിൽ പലർക്കും ഈ FCRA ആക്ടിനെ പറ്റിയിട്ട്, നിയമത്തെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ അത് എന്തിനാണ്, അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് മൊത്തത്തിലൊരു ആശങ്കയും ആകുലതയുമുണ്ട്. വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിവിടെ ഉപയോഗിക്കുന്നതിനുമായിട്ട് ചില നിയന്ത്രണങ്ങളും ചില ചട്ടക്കൂടുകളുമുണ്ട്. അത് കൃത്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും വിദേശത്ത് നിന്ന് ഉള്ള ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുക, അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് സർക്കാരിൻ്റെ കീഴിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു ആ നിയമനിർമ്മാണത്തിൻ്റെ ഒക്കെ പുറകിലുണ്ടായിരുന്നത്. എന്നാൽ ഈ NDA സർക്കാർ കഴിഞ്ഞ ദിവസം ഈ 2026 മാർച്ച് മാസം കഴിഞ്ഞ ആഴ്ചയിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു ബില്ലിൽ അത് ഈ FCRA നിയമത്തെ മുഴുവൻ അടിമുടി അമെൻമെൻറ്റ് നടത്തി ഭേദഗതി വരുത്തുന്ന ഒരു നിയമമാണ്. അതിൽ പ്രധാനമായിട്ടും 16 ചാപ്റ്റർ 16 സെക്ഷൻ തൊട്ട് തുടങ്ങുന്നത് ഈ വിദേശ ഫണ്ട് മേടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പോൾ ആരംഭിക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ ഏത് ഘട്ടത്തിലും പിടിച്ചെടുക്കാനുള്ള, അസൈൻമെൻറ്റിൽ പോകാനുള്ള ഒരു നിയമനിർമ്മാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ക്രൈസ്തവ സമൂഹത്തെയാണ് പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ച് ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയോ ഭൂമി ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല കാരണങ്ങളാൽ പിടിച്ചെടുക്കാം. ഒന്ന്, FCRA അക്കൗണ്ട് ക്യാൻസലായി കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കാം. FCRA അക്കൗണ്ട് ഡിനൈ ചെയ്യപ്പെട്ട അവസ്ഥകളിൽ അത് പിടിച്ചെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉണ്ട്, അതോറിറ്റിക്ക് അത് പിടിച്ചെടുക്കാനും വിൽക്കുവാനും ആ ഫണ്ട് രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുമൊക്കെ അനുമതി നൽകുന്ന അതിഭീകരമായ ഒരു നിയമം ഈ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനി ഇതുകൊണ്ട് എന്താണ് നമുക്ക് ദോഷം സംഭവിക്കുക? പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് ക്രൈസ്തവ സമൂഹത്തെയും ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് പാവപ്പെട്ടവരുടെയും അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിൽ അവരുടെ ജീവിതം മുഴുവൻ മറിക്കാൻ വേണ്ടി അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന NGOകൾക്കും ട്രസ്റ്റുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും മുഴുവൻ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു നിയമമാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കുഗ്രാമങ്ങളിൽ, വിദൂരദേശങ്ങളിലും ഇന്നും പഞ്ചായത്തുകൾക്കോ സർക്കാരുകൾക്കോ പോലും ചെന്നു കയറാത്ത ഇടങ്ങളിൽ പോലും പോയി അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി അധ്വാനിക്കാൻ വിദേശത്തു നിന്ന് ഫണ്ടുകൾ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഇത്രയെങ്കിലും വികസിച്ച് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലും ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, വിദ്യാഭ്യാസത്തിന്, ആതുര ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടി ഫണ്ടുകൾ ധാരാളം കിട്ടിയിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് വികസിച്ച് ആരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ചാൻ വേണ്ടി നിൽക്കുന്നത്. പ്രത്യേകിച്ചും വടക്കേന്ത്യൻ ഗ്രാമങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ NGOകളിലൂടെ, ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളിലൂടെ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ വികസനത്തിൻ്റെ ഒരു അണുകിട പോലും ഇന്നുമില്ലാത്ത ഗ്രാമങ്ങൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പഞ്ചായത്ത് അധികാരികളോ റവന്യൂ അധികാരികളോ ജില്ലാധികാരികളോ സംസ്ഥാന സർക്കാർ പോലും എത്തിപ്പെടാത്ത വിദൂരങ്ങളിൽ ഇന്നും എന്തെങ്കിലുമൊക്കെ ഈ ജനത്തിന് നന്മ ചെയ്തുകൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ നല്ലവരായ സന്നദ്ധ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും അടിവേരറക്കുന്ന, കഴുത്തറക്കുന്ന കാടൻ നിയമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, ഇതിനെ ശക്തമായിട്ട് എതിർക്കണം.
ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ 2-3 അജണ്ടകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാലേ അത് വ്യക്തമാകത്തുള്ളൂ. ഒന്ന്, ഏതാനും നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കപ്പെടുന്ന ഒരു നിയമമാണ് മതപരിവർത്തന നിരോധന നിയമം. ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കപ്പെട്ടപ്പോഴും അന്ന് ക്രൈസ്തവ സമൂഹമൊക്കെ ആശങ്ക അറിയിച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല, നിർബന്ധിത മതപരിവർത്തനം കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നതിന് മതം മാറ്റിയൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ അതേ ആളുകൾ ഇന്ന് ഈ മതപരിവർത്തന നിരോധന നിയമം ചുമത്തിക്കൊണ്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവരല്ലാത്ത ഒരാളെ പോലും കണ്ടെത്താൻ വേണ്ടി സാധിക്കത്തില്ല. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും ആരെങ്കിലും ഒരു സാക്ഷിയുടെ സാന്നിധ്യത്തിൽ വന്നിട്ട് എന്നെ മതം മാറ്റാൻ ഇന്നയാൾ ശ്രമിച്ചു, എനിക്ക് അരി തരാമെന്ന് പറഞ്ഞു, എനിക്ക് പണം തരാമെന്ന് പറഞ്ഞാൽ പോലും ജയിലിടാൻ പറ്റുന്ന രീതിയിൽ മതപരിവർത്തന നിരോധന നിയമം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനെതിരെ മാത്രമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഈ നിയമമുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മതപരിവർത്തന നിരോധന നിയമം പോലെ തന്നെ ഈ നാട്ടിലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് FCRI അമെൻമെന്റ് ആക്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നവരോട് പറയുവാനുള്ളത്, അമെൻമെന്റ് ഈ മതപരിവർത്തന നിരോധന നിയമം പോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രം ഗൂഢലക്ഷ്യത്തോടെ നടപ്പിലാക്കപ്പെടുന്ന പദ്ധതിയാണ് ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, വഖഫ് നിയമം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നു, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ വന്നു. അതൊരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യ മുഴുവൻ ആഞ്ഞടിച്ചു. ആ സമയത്ത് പല സംഘപരിവാർ സംഘടനകളുടെ പല ഭാഗത്തു നിന്നും വലിയൊരു ആരോപണമുണ്ടായി. അതുപോലെ തന്നെ ഇസ്ലാമിക മൂവ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നും വലിയ ആരോപണങ്ങളുണ്ടായി. അതിങ്ങനെയായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വസ്തുക്കളും ഭൂസ്വത്തുക്കളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ളത് ക്രൈസ്തവ സഭയ്ക്കാണെന്ന്. പ്രിയമുള്ളവരെ, അന്ന് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ തുടങ്ങി ഈ കേന്ദ്ര ഗവൺമെൻറ്റും NDA ഗവൺമെൻറ്റും ഒക്കെ പതുക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മേലെ നോട്ടം തുടങ്ങിയിരുന്നു. അത് ഗുജറാത്തിലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമൊക്കെ അത് ഡയറക്റ്റ് നിയമവഴിക്കല്ലാതെ ഭീഷണികളുടെയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. അതൊന്നും കിട്ടപ്പോരില്ല, അതൊന്നും നടക്കത്തില്ല. ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ അതിന് സമ്മതിക്കത്തില്ല, നമ്മുടെ ഭരണഘടന അതിനനുവദിക്കത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ അടുത്തൊരു നിയമം കൊണ്ടുവരുന്നു. എന്താണ്? ഈ ക്രൈസ്തവ സഭയുടെ ഭൂസ്വത്തുകൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ നിന്ന് ക്രൈസ്തവ സമൂഹത്തെ പതുക്കെ മാർജിനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം BJP അനുകൂല നിലപാടെടുക്കുന്ന ക്രൈസ്തവ നാമധാരികൾ പോലും പറയുന്നത് കേട്ടു, ഞങ്ങളിവിടെ ക്രൈസ്തവ സഭയുടെയും സമൂഹത്തിൻ്റെയും സംരക്ഷകരായ ഉള്ളപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല എന്ന്. അത്തരക്കാരോട് ചോദിക്കാനുള്ളത്, ഇന്നലെയും യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ, തൻ്റെ പള്ളിക്കുള്ളിൽ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഒരച്ഛനെതിരെ കേസെടുക്കാൻ, ആ അച്ഛനെതിരെ എടുത്ത കേസ് റദ്ദാക്കാൻ പോലും മടിച്ച കോടതികളുള്ള നാടാണ്. ഈ നാട്ടിലാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിവേരിറക്കുന്ന എന്ന് പറഞ്ഞാൽ കഴുത്തെ കയറ് കെട്ടി തൂക്കുന്ന ബലപ്പെട്ട പ്രവൃത്തി പോലെ തന്നെ, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തി പോലെ തന്നെ അതിഭീകരമാണ്. ക്രൈസ്തവ സഭയെയും സമൂഹത്തെയും കഴുത്തെ കയറ് കെട്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വലിച്ചു മുറുക്കുന്ന നിയമങ്ങളാണ്. ഇതിന് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. വലിയ ബോധ്യത്തോടെ, വലിയ ഒത്തൊരുമയോടെ, വലിയ ഐക്യത്തോടെ ഈ ഒരു മൂവ്മെന്റിനെതിരെ, ഈ നീക്കത്തിനെതിരെ ശബ്ദിക്കണം. നമ്മുടെ പാർലമെന്റ് മെമ്പർമാരെ ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതിനെപ്പറ്റി നമ്മൾ ബോധ്യങ്ങൾ പഠിപ്പിക്കണം. ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായ ഇതിന് ഡിഫൻസ് എടുക്കുവാൻ, പ്രതിരോധം തീർക്കുവാൻ നമ്മൾ ഒന്നിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മഹാവിപത്തിന് ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ സഭയെയും ഒക്കെ ഞെരുക്കാൻ വേണ്ടിയുള്ള അവസാനത്തെ ശ്രമങ്ങളുടെ ഭാഗം. പ്രിയമുള്ളവരെ, ഇതൊരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ കോട്ട കെട്ടിക്കൊണ്ട്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കാട നിയമങ്ങൾക്കെതിരെ, പൈശാചികമായ നീക്കങ്ങൾക്കെതിരെ സ്വരമുയർത്താനുള്ള ഒരു ആർജവത്വവും ഒരു ചങ്കൂറ്റമൊക്കെ നേടിക്കൊണ്ട് നമുക്കൊന്നിച്ചു നിന്ന് ഇതിനെ നേരിടാം. അതിനുവേണ്ടി സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.